അപ്പോൾ നമ്മൾ അബ്സല്യൂട്ട് ബെൻറ്റൻ എന്ന് പറയുന്ന കോമിക്കിൻ്റെ ഇഷ്യൂ 2 ആണ് നോക്കാൻ വേണ്ടി പോകുന്നത്. കഴിഞ്ഞ ഇഷ്യൂവിൽ, അതായത് ഫസ്റ്റ് ഇഷ്യൂവിൽ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, ആ ഒമിനിട്രിക്സ് നമ്മുടെ ബെന്നിൻ്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. ഇതുവരെ കാണാത്ത രീതിക്ക് കുറച്ചുകൂടി ഒരു ബ്രൂട്ടലായിരിക്കും ആ ഏലിയൻസിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. മൊത്തം ലുക്ക് മാറ്റിയിട്ടുണ്ടാവും ഏലിയൻസിൻ്റെ ഒക്കെ. അത് മാത്രമല്ല നമ്മുടെ ഗ്രാൻഡ് പാ ബെന്നിന് തപ്പി ഇറങ്ങിയിട്ടുണ്ടാവും. മാത്രമല്ല വിൽഗാക്സിന് ആ ഒമിനിട്രിക്സ് ഭൂമിയിലാണുള്ളതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. സോ ബാക്കി കഥ നമുക്ക് നോക്കാം. അങ്ങനെ ഫസ്റ്റ് കാണിക്കുന്നത് ഗ്രാൻഡ് പാ മാക്സിൻ്റെ ആ വാനാണ്. അതായത് ഗ്രാൻഡ് പാ മാക്സ് ഇപ്പോൾ ബെന്നിന് തപ്പിപ്പോയിട്ട് കുറേ നേരമായിട്ടുണ്ടാവും. ഇപ്പോൾ ഗ്രാൻഡ് പാനെയും കാണാമെന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗ്വെന്നാണെങ്കിൽ ഓരോന്ന് പൊലപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളും പറയാണ്, ഇതൊന്നും എൻ്റെ തെറ്റൊന്നുമല്ലല്ലോ, എൻ്റെ വിവരമില്ലാത്ത ആ പരട്ട കസിനി ഒരു വീരുവിനെ പോലെ ഇവിടുന്ന് കരഞ്ഞോണ്ട് ഓടിപ്പോയത് എൻ്റെ തെറ്റാണോ? ഒട്ടുമല്ല. അങ്ങനെ പോകുന്നവനാണെങ്കിൽ അങ്ങ് വോട്ടേന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്തോ ഒരു സാധനം ഗ്ലോ ആവുന്നത് പോലെ അവൾ കാണാണ്. അങ്ങനെ അവൾ ഇതെന്താണ് ഈ തകരടപ്പ വണ്ടിയിൽ ഇങ്ങനത്തെ ഒരു സാധനം, എന്താ ഈ ഗ്രാൻഡ് ഇതൊക്കെ അപ്ഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ സ്വിച്ചിൽ അമർത്തുകയാണ് അവൾ. അപ്പോൾ തന്നെ ഒരു ഹൈടെക് സ്ക്രീന് അതിൽ ഓപ്പൺ ആവുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ഇപ്പുറത്ത് ഹീറ്റ് ബ്ലാസ്റ്റ് ആയിട്ട് മാറി നിൽക്കുന്ന നമ്മുടെ ബെന്നിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ബെന്നും പറയാണ്, എന്ത് തേങ്ങ എനിക്ക് നടക്കുന്നത്, ആദ്യം 4 കൈയുള്ള ഏതൊരു മനുഷ്യനായിട്ടാണ് ഉള്ളത്, ഇപ്പോൾ ദാ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന എന്തോ ഒരു സാധനമായിട്ടാണ് ഞാൻ ഉള്ളത്, ഇനി ഞാൻ എങ്ങനെ എൻ്റെ നോർമൽ ഫോമിലേക്കായി മാറുന്നത്, ഇതൊക്കെ എന്താ നടക്കുന്നതെന്നൊക്കെ പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ പെട്ടെന്ന് ആ ഒമിനിട്രിക്സ് റെഡ് കളറിൽ ബാറ്ററി തീരുന്ന പോലെ മിന്നാൻ തുടങ്ങാണ്. പക്ഷേ പുള്ളി ഹ്യൂമൻ ഫോമിലായി മാറുന്നതിന് മുമ്പ് തന്നെ റാപ്പിഡായിട്ട് ഒരുപാട് ഏലിയൻസിൻ്റെ ഫോമിലേക്കായിട്ട് മാറാൻ തുടങ്ങാണ്. ഗ്രേ മാറ്റർ, സ്റ്റിങ് ഫ്ലൈ, എക്സലറേറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഏലിയൻസ് ആയിട്ട് പുള്ളി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ട്രാൻസ്ഫോർമേഷനൊക്കെ ബെന്നിന് ഒരുപാട് പെയിൻഫുൾ ആണ്. അതായത് നമ്മുടെ നോർമൽ ബെന്നിന്, അതായത് നോർമൽ ബെൻറ്റൻ ആ ഷോയിലൊക്കെ ബെന്നിന് ജസ്റ്റ് ബോഡി ഒന്ന് സ്ട്രെച്ച് ആവുന്നത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ഒമിനിട്രിക്സിൻ്റെ അബ്സല്യൂട്ട് ബെൻറ്റൻ്റെ ഈ കോമിക്സിൽ ആ ട്രാൻസ്ഫോർമേഷൻ തന്നെ ഈ ബെന്നിന് ഒരുപാട് പെയിൻഫുൾ ആണ്. അങ്ങനെ ഇപ്പോൾ ആ ചാർജ് തീർന്ന് ഹ്യൂമൻ ഫോമിലായി പറയാൻ നമ്മുടെ ബെന്നു എനിക്ക് എങ്ങനെയും അത് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രാൻഡ് പേ ആണ്. പുള്ളിയാണെങ്കിൽ ബെന്നിനെയും തപ്പി വന്നിരിക്കുകയാണ്. അങ്ങനെ ഗ്രാൻഡ് പേ ഈ തലതെറിച്ച ചെക്കൻ എവിടെയാണപ്പോൾ പോയിട്ടിരിക്കുന്നത്, ഇവനെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കണം എന്നൊക്കെ പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പോകുന്ന വഴിക്ക് തന്നെ പുള്ളി അവിടെ ഉണ്ടായിരുന്ന ആ മിലിറ്ററി ബേസിലേക്ക് കയറുകയാണ്. അങ്ങനെ ഇൻട്രൂഡർ കണ്ടോ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സൊക്കെ ഗ്രാൻഡ് പേ മാക്സിനെ കണ്ടിട്ട് അവിടെ നിന്ന് അനങ്ങരുതെന്ന് പറഞ്ഞ് ഗൺ പോയിന്റിൽ നിർത്തുകയാണ്. അങ്ങനെ ഗ്രാൻഡ് പിങ്, സോറി, നിങ്ങളുടെ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സിൻ്റെ ഉള്ളിലാണ് ഞാൻ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ ഗണ്ണും പിടിച്ച് നിൽക്കുന്നതെന്ന് മനസ്സിലായി, എനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, എന്നെ നിങ്ങളുടെ ലീഡറുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ കേണൽ റോസിനാണ്. അങ്ങനെ പുള്ളിയും പറയാണ്, ഇത് സാധാരണ എന്തോ ഒരു ബ്രീച്ചിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, ഈ ചുറ്റുവട്ടത്ത് ഒരുപാട് ഹണ്ടേഴ്സൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്, സോ ഇത് പെർപ്പസ്ഫുള്ളി ആരോ നമ്മുടെ ബേസിലേക്ക് കയറിയതാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ ആ സോൾജറും പറയാണ്, എനിക്കങ്ങനെ തോന്നുന്നില്ല, പുള്ളിയുടെ ഫിംഗർ പ്രിൻറ്റ്സൊക്കെ ഞാൻ സ്കാൻ ചെയ്തു, പുള്ളി ഇവിടെ ഒരു ജസ്റ്റ് ക്യാമ്പിങ്ങിന് വേണ്ടി തന്നെയാണ് വന്നത്, പക്ഷേ പുള്ളിയുടെ അടുത്ത് കോഡ് വേർഡ് ക്ലിയറൻസ് ഉണ്ടായിരുന്നു. ഇത് കണ്ടത് അവർക്ക് തന്നെ ഷോക്കാവാണ്. അങ്ങനെ ഗ്രാൻഡ് പാ മാക്സിനെ ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് റൂമിലിരുത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ കേണൽ റോസും നമ്മുടെ ഗ്രാൻഡ് പാ മാക്സിൻ്റെ അടുത്ത് പോയിട്ട് പറയാണ്, മാക്സ് ടെന്നിസൺ, നിങ്ങളിവിടെ ആരെ അതിഥിയാണ്, പക്ഷേ നിങ്ങളെ വരവേൽക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല, എന്തായാലും നൈസ് മീറ്റിംഗ് യു, ഞാനാണ് ഇവിടുത്തെ ജനറൽ എന്ന് പറയാണ്. അങ്ങനെ പുള്ളിയും ചോദിക്കുകയാണ്, എന്താ ഇവിടെ ക്യാമ്പിംഗ് ആണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഗ്രാൻഡ് പയും പറയാണ്, ശരിയാ, ഞാനും കാട്ടിൽ ഹൈക്കിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വഴി മാറിപ്പോയി, എന്തായാലും നല്ല കാര്യം നിങ്ങളെ ഞാൻ കണ്ടുപിട്ടി, സത്യം പറഞ്ഞാൽ ഇതെനിക്കൊരു നല്ല ലെസനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വേണം കണ്ടുപിടിക്കാൻ എന്നൊക്കെ പറയാണ്. അങ്ങനെ പുള്ളി ആ കേണലിനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശരിക്കും മാക്സ് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്, ആ കാര്യം ആ കേണലിനും മനസ്സിലായി. അങ്ങനെ ആ കേണലും പറയാണ്, ശരി, നിങ്ങളിവിടെ യാദൃശ്ചികമായിട്ട് എത്തിയതാണ് അല്ലേ? അപ്പോൾ തന്നെ മാക്സും പറയാണ്, യാദൃശ്ചികം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ആക്സിഡൻറ്റ് കാരണമാണ്, അത് വേറെ കാര്യമായിരുന്നു, പക്ഷേ നിങ്ങളെ കണ്ടുപിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ അലഞ്ഞിരുന്നു എന്നൊക്കെ പറയാണ്. അങ്ങനെ പുള്ളിയും പറയാണ്, മാക്സ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, നിങ്ങൾക്ക് ഒരു വിധത്തിൽ മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യമായിട്ടുള്ള ഒരു നാഷണൽ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. എൻ്റെ ജോലി ഞാൻ കൃത്യമായിട്ടാണ് ആക്യുറേറ്റ് ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. അപ്പോൾ തന്നെ മാക്സും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ പിന്നെ സോൾജറാണെന്ന് പറഞ്ഞിട്ട് താനൊക്കെ എന്തെങ്കിലും നടക്കുന്നതെന്നൊക്കെ പറയാണ്. അങ്ങനെ ആ കേണലും പറയാണ്, മാക്സ്, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല, പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ തൊണ്ട തൊടാതെ ഞാൻ അങ്ങ് വീണ് വിചാരിക്കുന്നുണ്ടോയെന്ന് തോന്നുകയാണ്. നിങ്ങളുടെ ഉള്ളിൽ എന്തോന്ന് മറച്ചു വെച്ചുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്, ആ കാര്യം എനിക്ക് മനസ്സിലായെന്ന് നിങ്ങൾക്കും അറിയാം, ഇനി നിങ്ങൾ പറയാമെന്ന് പറയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ കാട്ടിൽ ഒറ്റയ്ക്കുള്ള നമ്മുടെ ബെന്നിനെയാണ്. പുള്ളി എങ്ങനെയെങ്കിലും ഈ കൈ നീ പാമ്പ് പോലത്തെ ഈ സാധനത്തിനെ എങ്ങനെയും എടുത്ത് മാറ്റണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തന്നെ ആകാശത്തുനിന്ന് വേറെ എന്തോ ഒരു തീഗോളം പോലത്തെ സാധനം താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത് പുള്ളി കാണാണ്. അപ്പം തന്നെ ദേ പിന്നെയും വേറെ എന്തോ സാധനം, എന്തോന്നറിയാം, ഇതൊക്കെ എനിക്ക് മാത്രം നടക്കുന്നതെന്നൊക്കെ പുള്ളി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സാധനം നമ്മുടെ ബെന്നുള്ള ആ തൊട്ടടുത്ത് തന്നെ ആ കാട്ടിൽ പോയി വീഴാണ്. അങ്ങനെ ആ സാധനം അവിടെ മൊത്തം കത്താൻ തുടങ്ങാണ്. ഇത്തവണ അവിടെ വന്ന് വീണത് ഓംനിട്രിക്സ് അല്ലായിരുന്നു, വന്ന് വീണത് ഒരു ബൗണ്ടി ഹണ്ടർ ആയിരുന്നു. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ക്രാബ് പോലത്തെ ഒരു ഏലിയൻ പുറത്തു വരാണ്. തീർച്ചയായിട്ടും വിൽഗാക്സ് ആയിരിക്കണം ആ ഓംനിട്രിക്സ് എടുക്കാൻ വേണ്ടി ഈ ബൗണ്ടി ഹണ്ടർ അയച്ചിട്ടുണ്ടാവുക. അങ്ങനെ പുള്ളിയും പുറത്തു വന്നതും പറയാണ്,
എത്ര പ്രിമിറ്റീവായിട്ടുള്ളൊരു ഗ്രഹമാണ് ഇത്. അതും പറഞ്ഞുകൊണ്ട് തന്നെ പുള്ളി ആ ഓമിനിട്രിക്സിനെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങാണ്. ഓമിനിട്രിക്സ് ഇവിടെ തന്നെ തൊട്ടടുത്ത് എവിടെയാണ് ഉള്ളതെന്നും പുള്ളിക്ക് മനസ്സിലാവുകയാണ്. അതേസമയം ആ സോൾജേഴ്സും അവിടെ നമ്മുടെ ബെന്നിനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. പെട്ടെന്ന് ഞാൻ അതിലുള്ള സോൾജർ എൻ്റെ സ്കാനറിൽ എന്തോ ഒന്ന് കാണിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഇവിടുന്ന് പെട്ടിയാവുമെന്ന് പറയാണ്. അതേസമയം നമ്മുടെ ബെന്നു ആ സോൾജേഴ്സിൻ്റെയൊക്കെ അടുത്തുനിന്ന് ഒരു മരത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുകയാണ്. അവിടെ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുന്ന മനസ്സിലാക്കിയ ബെന്നു എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ പുള്ളി ഓടുന്ന സൗണ്ട് ആ സോൾജേഴ്സിനൊക്കെ കേൾക്കുകയാണ്. അതെന്താണെങ്കിലും അതിനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആ സോൾജേഴ്സൊക്കെ ബെന്നിൻ്റെ പിന്നാലെ പോവാണ്. പക്ഷേ ആക്സിഡൻ്റലായിട്ട് നമ്മുടെ ബെന്ന് ആ ഓമിനിട്രിക്സ് അമർത്തുകയാണ്. ഉടനെ തന്നെ അതിൽ നിന്നൊരു സിഗ്നൽ ആ സോൾജേഴ്സിനൊക്കെ കിട്ടുകയാണ്. ഭയത്തിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയാൽ മതി എന്ന് മനസ്സിലാക്കിയിട്ട് പുള്ളി ആക്സിഡൻ്റലി തൊട്ടിട്ടുള്ള കാരണം പുള്ളി ക്യാനൻ ബോൾട്ടായിട്ട് മാറിയിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ നോക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ആ ജനറലിനെയും നമ്മുടെ ഗ്രാൻഡ് പാ മാക്സിനെയാണ്. അങ്ങനെ ആ ജനറലും പറയാണ്, ഇപ്പോഴെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായോ മാക്സ്? ഒരു സിവിലിയൻ്റെ കണ്ണിലും ഈ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒന്നും കാണാൻ പാടില്ല. പക്ഷേ എൻ്റെ ഗട്ട് ഫീലിംഗ് ശരിയാണെങ്കിൽ നിങ്ങളെ കണ്ടിട്ട് എനിക്ക് ഒരു നോർമൽ സിവിലിയനെ പോലെ തോന്നുന്നില്ലെന്ന് പറയാണ്. അപ്പോൾ തന്നെ ഗ്രാൻഡ് പി, ഓ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം എന്താണ്? അപ്പോൾ തന്നെ ആ ജനറലും പറയാണ്, എനിക്ക് നിങ്ങൾ ഈ നടുരാത്രിക്ക് കാട്ടിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഒരു ഐഡിയയും ഇല്ല. അപ്പോൾ തന്നെ ഗ്രാൻഡ് പി പറയാണ്, നിങ്ങൾ ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട, പക്ഷേ ഞാനിവിടെ ആക്സിഡൻ്റലി ആണ് എത്തിപ്പെട്ടത്. പക്ഷേ ആ ജനറലിന് ഇപ്പോൾ ഈ മിലിറ്ററി ഓപ്പറേഷനൊക്കെ ഗ്രാൻഡ് പാ അറിഞ്ഞുകൊണ്ട് തന്നെ പുള്ളിനെ അവിടുന്ന് വിടാനുള്ള യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാൻ്റെ ഉള്ളിൽ എന്തോ ഒരു മിസ്റ്ററി ഉണ്ടെന്ന് ആ ജനറലിന് മനസ്സിലായി. അത് പുള്ളിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി ശ്രമിക്കുന്നത്. അപ്പോൾ തന്നെ ഒരു സോൾജർ അങ്ങോട്ട് വന്നിട്ട്, സർ നമ്മുടെ എക്സിബിഷന് പോയ ഒരു ട്രൂപ്പിൽ നിന്ന് നമുക്കൊരു സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്ന് പറയാണ്. അപ്പോൾ തന്നെ ആ കേണലും എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ഗ്രാൻഡ് പായ്ക്ക് ഈ കാട്ടിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ടെന്ന് മാത്രം മനസ്സിലായി. പുള്ളിയാണെങ്കിൽ അത് തപ്പിയിട്ടാണ് വന്നത്. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടിട്ട് അതിൻ്റെ പ്രശ്നം പോലെ തന്നെയാണുള്ളത്. അങ്ങനെ ഗ്രാൻഡ് പായും കാട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജനറൽ എന്ന് പുള്ളിയുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ജനറലും ആ സോൾജറുടെ അടുത്ത് പോയിട്ട് വേഗം ആ ട്രൂപ്പുമായിട്ട് തന്നെ കണക്ട് ചെയ്ത്, പിന്നെ നമ്മുടെ ഗസ്റ്റിനെ ഒന്ന് നോക്കിക്കോണം, കാരണം സിറ്റുവേഷൻസ് എങ്ങനെയാണ് മാറാൻ പോകുന്നത് നമുക്ക് അറിയില്ലെന്നൊക്കെ പറയാണ്. അതേസമയം ആ ട്രൂപ്പ് മെമ്പേഴ്സും അവർക്ക് കിട്ടിയിട്ടിങ്ങനെ ആ സിഗ്നലും തപ്പി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അവർക്ക് ആ സിഗ്നൽ തൊട്ടടുത്തുള്ള പോലെയാണുള്ളത് ഇപ്പോൾ. പക്ഷേ അവിടെയാണ് ആ വന്ന് വീണിട്ടുണ്ടായിരുന്ന ബൗണ്ടി ഹണ്ടറായിട്ടുള്ള ആ ക്രാബ് പോലത്തെ സാധനം ഉള്ളത് അവർ കണ്ടുപിടിക്കുകയാണ്. പക്ഷേ ആക്ച്വലി ആ ക്രാബാണ് അവരെ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഉടനെ തന്നെ ആ സോൾജേഴ്സൊക്കെ ആ ക്രാബിനെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയതും അതിന് ഒന്നും തന്നെ ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആ ക്രാബും ഇനി ഞാൻ എൻ്റെ കുറച്ച് ഗിമിക്സ് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ ആ ടെൻഡക്കിൾസൊക്കെ വെച്ചിട്ട് ആ മൊത്തം സോൾജേഴ്സിനെയും കൊന്നൊടുക്കുകയാണ്. ആ മൊത്തം ട്രൂപ്പിലെ ഒരൊറ്റ സോൾജറിനെ പോലും വിടാതെ എല്ലാവരെയും കൊന്നു തീർക്കുകയാണ്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അവിടുന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് കാനൻ ബോട്ടായിട്ട് മാറി ഉരുണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ബെന്നിനെയാണ്. പുള്ളി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ആ സോൾജേഴ്സിൻ്റെ അടുത്ത് വരികയാണ്. അങ്ങനെ പുള്ളി, ഈശ്വര ഞാൻ ഏത് കാട്ടിലാണാവോ ഉള്ളത്, എങ്ങനെയെങ്കിലും ഗ്രാൻഡ് പായുടെ അടുത്തൊന്ന് എത്തിയാൽ മതി എന്നൊക്കെ പുള്ളി ആലോചിക്കുകയാണ്. അപ്പം തന്നെ പെട്ടെന്ന് പുള്ളിയുടെ പിന്നിൽ എന്തോ ഒരു വെളിച്ചടിക്കുകയാണ്. ഒരു വണ്ടി വരികയാണ്. അത് വേറെ ആരും വരുന്നില്ല, ആ വാനും എടുത്തുകൊണ്ട് നമ്മുടെ ഗ്വെന്നാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ഗ്വന്നി ഈ കാനൻ ബോൾട്ടിനെ കണ്ടപ്പോൾ തന്നെ, എടാ നിൽക്കടാ ഏലിയൻ്റെ മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബെന്നിനെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ സോൾജേഴ്സിനൊക്കെ മാസ്കർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ക്രാബിൻ്റെ അടുത്ത് വേറെ എന്തോ ഒരു സാധനം വന്നിറങ്ങാണ്. അപ്പോൾ തന്നെ ഭൂമിക്ക് ഇന്ന് ഹോളിഡേ ആടാ, ഇനി നമുക്ക് കുറച്ച് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഡയമണ്ട് ഹെഡ് അവിടെ വന്നിറങ്ങാണ്. ഇതോടെ ഈ ഇഷ്യൂ ഇവിടെ തീരുകയാണ്. എങ്ങനെയാണ് ഡയമണ്ട് ഹെഡ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയത്? ഇനി എന്തായിരിക്കും നമ്മുടെ ബെന്നിൻ്റെ പ്ലാൻ? നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ.